ഹരി ഓം. നമസ്തേ. ശ്രീമൻ ദേവി നാരായണീയം. ശ്ലോകം 2. ന സ്ത്രീ പുമാന്ന സുരദൈത്യ നരാദയോ ന ക്ലീബം ന ഭൂതമപി കർമ്മ ഗുണാദയശ്ച ഭൂമം സ്തുമേവ സദനാദ്യ വികാരി അനന്തം സർവം ത്വയാ ജഗദിദം വിദദം വിഭാതി. ശ്രീ മഹാദേവേ നമ. ഹേ ഭൂമന്ത്വം, ഹേ പരമാത്മാവേ, അവിടുന്ന് ന സ്ത്രീ പുമാന്ന, സ്ത്രീയല്ല പുരുഷനല്ല, ക്ലീബം ന ഭൂതം അഭി നപുംസകമല്ല ഭൂതമല്ല, കർമ്മഗുണാദേ ചന കർമ്മമോ ഗുണാദികളോ അല്ല, അനാദി ആദിയില്ലാത്ത, അവികാരി പരിണാമമില്ലാത്ത, അനന്തം അന്തമില്ലാത്ത സദ്വസ്തു ത്വം ഏവ അവിടുന്ന് തന്നെ, ഇതം സർവം ജഗത് ഈ സർവജഗത്തും, ത്വയാ വിദദം വിഭാതി അവിടുത്തെ സാന്നിധ്യം ഉള്ളതായി ശോഭിക്കുന്നു. ഭൂമാവ് എന്നാൽ പരമാത്മാവ് എന്നർത്ഥം. മുൻ ശ്ലോകത്തിൽ ആദിമഹസ് എന്ന ശബ്ദം കൊണ്ട് അതിനെ സൂചിപ്പിക്കുന്നു. അതിൻ്റെ പര്യായങ്ങളാണ് ഭൂമാവ്, ബ്രഹ്മ മുതലായവ. ഭൂമാവ് എന്താണെന്നോ എങ്ങനെയുള്ളതാണെന്നോ പറയാനാവില്ല, പക്ഷേ എന്തല്ല എങ്ങനെയുള്ളതല്ല എന്ന് പറയാൻ സാധിക്കും. ഇതാണ് വേദാന്ത ശാസ്ത്ര പ്രസിദ്ധമായ നേതി നേതി എന്ന മാർഗം. ദൃശ്യമായ ഈ ജഗത്തിൽ പ്രമേയത്വേന വരുന്ന എല്ലാത്തിനെയും നിഷേധിച്ചു കഴിഞ്ഞാൽ നിഷേധിക്കാനാവാതെ അപ്രമേയമായ ഒന്ന് അവശേഷിക്കാതിരിക്കില്ല. അനിഷേധ്യവും അപ്രമേയവുമായ ഒരു സദ്വസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ ഇതരങ്ങളുടെ നിഷേധത്തിന് പ്രസക്തിയുള്ളൂ. ഓരോന്നിനെയും ചൂണ്ടി ബ്രഹ്മം ഇതാണോ എന്ന് ചോദിച്ചാൽ വേദാന്ത ഉത്തരം നൽകും. നേതി നേതി, ഇതല്ല ഇതല്ല. ബ്രഹ്മ എന്നാൽ ദേവനോ അസുരനോ മനുഷ്യനോ സ്ത്രീയോ പുരുഷനോ നപുംസകമോ കർമ്മഗുണാദികളോ അല്ല. അതേസമയം ദേവാസുരമർത്യാദികളും കർമ്മഗുണാദികളും എല്ലാം ബ്രഹ്മമാണ്. താനും സർവ്വ ഈ ജഗത്ത് മുഴുവൻ ബ്രഹ്മമാണ്. ജഗത്തുണ്ടാകുന്നതിന് മുമ്പ് അതുണ്ടായിരുന്നത് അനാദിയാണെന്നർത്ഥം. ഉണ്ടായ വസ്തുക്കൾക്കെല്ലാം പരിണാമമുണ്ട്, നാശമുണ്ട്. ബ്രഹ്മത്തിന് പരിണാമമില്ല, അതിന് ക്ഷയവുമില്ല, നാശവുമില്ല. ജഗത്തിൽ സർവത്ര ഇത് വ്യാപിച്ച് കിടക്കുകയാണ്. ആ പരബ്രഹ്മ ജ്യോതിസാണ് ആദിമഹസ്. ഇതിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത ഒന്നും ജഗത്തിലില്ല തന്നെ. ജഗത്ത് ഇതിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈശോവാസ്യോപനിഷത്ത് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: ഈശാവാസ്യമിതം സർവം. ഈ ജഗത്തിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. വേദാന്ത ശാസ്ത്ര പ്രസിദ്ധമായ ബ്രഹ്മമാണ് ദേവി ഭാഗവതത്തിൽ സർവശക്തി സ്വരൂപിണിയായി വർണ്ണിക്കപ്പെടുന്ന ദേവി. ദേവിയുടെ പ്രഭാവവും കരുണയും ഇതിൽ വിസ്തരിക്കപ്പെടുന്നു. സർവം ശ്രീ മഹാദേവി സമർപ്പയാമി.